ശ്രീ നന്ദു എസ്, കേരളത്തിന്റെ സ്വൈര ജീവിതം എവിടെ എത്തി നിൽക്കുന്നു എന്ന ആശങ്ക പലരും ചാനലുകളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും ഒക്കെ നിലപാടുകളിലൂടെയൊക്കെ പങ്കുവെക്കുകയുണ്ടായി. പ്രത്യേകിച്ചും നിലമ്പൂരിലെ കടുവ ആക്രമണത്തിന്റെ കാര്യം, ഇവിടെ നേരത്തെ ശ്രീമതി ദീപ സൂചിപ്പിച്ച ചില സംഭവങ്ങൾ, പാലക്കാട് ആനയുടെ ചവിട്ടേറ്റ സംഭവം, അങ്ങനെ ഈ തെരുവുനായ വിഷയം അടക്കമുള്ള വിഷയങ്ങൾ, ഇതിനിടയിൽ സ്കൂൾ തകരുന്നു, ആശങ്ക ഉണ്ടാകുന്നു, ഇനി വരാൻ പോകുന്ന പെരുമഴ കാലമടക്കം ചോദ്യമായി നിൽക്കുമ്പോൾ ഈ സാമൂഹ്യ സുരക്ഷ വേണ്ട പ്രധാനപ്പെട്ട മേഖലകളിൽ, ആരോഗ്യവും വിദ്യാഭ്യാസവും അടക്കമുള്ള മേഖലകളിൽ അത് ഉണ്ടാകുന്നുണ്ടോ, അതില്ല എന്നുള്ള ആശങ്കയാണ് പലരും പങ്കുവച്ചത്. താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ഇതിനകത്ത് ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ട് ഇവിടെ സംസാരിക്കുന്നയാള് എല്ലാ കാര്യങ്ങളും ഒറ്റപ്പെട്ട സംഭവമായിട്ടാണ് കാണുന്നത്. കാരണം ഒരു നിലമ്പൂരിൽ ഒരു ആൾ പന്നിക്കെണിയിൽ വീണ് മരിക്കുമ്പോൾ, ഒരു കുട്ടി പന്നിക്കെണിയിൽ വീണ് മരിക്കുമ്പോൾ അത് ഒറ്റപ്പെട്ട സംഭവമാണ്. ആ ഒറ്റപ്പെട്ട സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് പറഞ്ഞ മന്ത്രിയും മന്ത്രിസഭയും ആ കുറ്റക്കാർക്കെതിരെ നടപടിയെടുത്തോ? ഉത്തരവില്ല. ആ കുറ്റക്കാരെ കണ്ടെത്തിയോ? ഉത്തരവില്ല. അതുപോലെ തന്നെ ബിന്ദു മരണപ്പെടാനിടയായ സാഹചര്യം, ആ കെട്ടിടം പൊളിഞ്ഞു വീണത്, ആ കെട്ടിടം പൊളിഞ്ഞു വീണ് നമ്പർ 1 ആരോഗ്യരംഗം പൊളിഞ്ഞു വീഴുമ്പോൾ, ആ പൊളിഞ്ഞു വീണ നമ്പർ 1 ആരോഗ്യരംഗത്തിന് അടിയിൽപ്പെട്ട് ബിന്ദു ശ്വാസം മുട്ടി മരിക്കുമ്പോൾ ആ ഉത്തരവാദികൾക്കെതിരെ നടപടിയെടുക്കും എന്നാണ് ഇവിടുത്തെ സർക്കാരും അതിൻ്റെ ബന്ധപ്പെട്ട മന്ത്രിയും പറഞ്ഞത്. സത്യത്തിൽ അതിൽ ആ വിഷയത്തിൽ, കോട്ടയത്തെ ആ വിഷയത്തിൽ കേസെടുക്കേണ്ട 1-ാം പ്രതി ശ്രീമതി വീണ ജോർജാണ്. കാരണം അവിടെ നിന്ന് ആ രക്ഷാപ്രവർത്തനത്തിനെ മുഴുവൻ നിഷ്ക്രിയമാക്കിയത് ശ്രീമതി വീണ ജോർജും അതുപോലെ തന്നെ വാസവൻ മന്ത്രിയുമാണ്. അപ്പോൾ അവർക്കെതിരെ കേസെടുത്തോ? എടുത്തില്ല. പോട്ടെ, ഇതിനെതിരെ കുറ്റക്കാരായി കണ്ട ആർക്കെങ്കിലും എതിരെ കേസെടുത്തോ? ഇല്ല. ആർക്കെങ്കിലും എതിരെ നടപടി ഉണ്ടായോ? ഇല്ല. ഇതുവരെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് പിന്നിൽ അത്തരം വിഷയങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല. ഇനി ഇപ്പോൾ ഇവർ പറയുന്നത് ഈ വിഷയത്തിൽ ഞങ്ങൾ നടപടിയെടുക്കും. എന്താണ് പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടെ ബൈറ്റ് നിങ്ങൾ കാണിച്ചു? അതിനകത്ത് പൊതുവിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് എന്താ? പൊതുവിദ്യാഭ്യാസ മന്ത്രി പറയുന്നത് മാനേജ്മെന്റ് ആ കുട്ടികളുടെ വീട്ടിന് നഷ്ടപരിഹാരം കൊടുക്കണം. മാനേജ്മെന്റ് ഒരു കുട്ടി അതിദാരുണമായി മരണപ്പെട്ടിട്ട് ഇവിടുത്തെ സർക്കാർ മിഷണറികളുടെയും ഇവിടുത്തെ സംവിധാനങ്ങളുടെയും പിഴവ് കൊണ്ട്, നേരത്തെ നമ്മളെല്ലാം ചർച്ച ചെയ്ത സിസ്റ്റത്തിന്റെ പിഴവ് കൊണ്ട്, സിസ്റ്റം കൊന്നു തള്ളിയ ആ കുട്ടിക്ക് നിങ്ങൾ നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് കൊന്നവരോട് അല്ലെങ്കിൽ കൊലപാതകികളോട് ഇവിടുത്തെ വിദ്യാഭ്യാസ മന്ത്രിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ അപേക്ഷിക്കാനുള്ളത്. രണ്ടാമത് അവർ പറയുന്നത് പ്രധാന അധ്യാപിക സ്ഥലം മാറ്റും. പ്രധാന അധ്യാപിക അവിടെ വന്നിട്ട് എത്ര മാസം? 6 മാസത്തിന് താഴെയാണ്. 6 മാസത്തിന് താഴെയായ ഒരു പ്രധാന അധ്യാപിക അവിടെ വന്ന അവർക്കെതിരെ നടപടിയെടുത്ത് അവരെ സസ്പെൻഡ് ചെയ്ത് നിർത്തിയിട്ട് ആരെയാണ് പൊതുവിദ്യാഭ്യാസ മന്ത്രിയും ഈ നാട്ടിലെ CPM-ഉം ഈ നാട്ടിലെ നേതൃവൃന്ദവും സംരക്ഷിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്? കാരണം അതിന്റെ മാനേജർ വരുന്നത് CPM-ന്റെ ലോക്കൽ കമ്മിറ്റിയുടെ ഭാരവാഹിയാണ്. നേരത്തെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പറഞ്ഞു വന്നിട്ട് അവിടെ നിന്ന് ഒറ്റ എബൌട്ട് ടേൺ അടിച്ച ഒരു തിരിച്ചുപോക്ക് കണ്ടു. നിങ്ങൾ അദ്ദേഹം പറഞ്ഞു വന്ന ആ ഒഴുക്കിന്റെ ഭാഗത്ത് നിന്ന് തിരിച്ചു പോകുന്ന ഭാഗം കൂടി ഒന്ന് കണ്ടു നോക്കിയാൽ മതി. എന്തുകൊണ്ടാണ് പറഞ്ഞത്? രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തിരിഞ്ഞങ്ങ് പോവുകയാണ്. അങ്ങനെ അതുണ്ടെങ്കിൽ അത് പരിശോധിക്കണം എന്ന് പറഞ്ഞ് തിരിഞ്ഞു പോവുകയാണ്. കാരണം LDF-ന്റെ CPM-ന്റെ ഭാഗമായിട്ടുള്ള ഒരാളെ നടത്തുന്ന സ്കൂളാണ് അവിടെ. ആ സ്കൂളിൽ പൈസ വാങ്ങി അവർക്ക് നിയമനം നടത്താൻ വേണ്ടിയിട്ട് ഒരു സ്കൂള്, കച്ചവടം നടത്താൻ ഒരു സ്കൂള്, ആ സ്കൂളിന്റെ ദുരവസ്ഥ ഈ കുട്ടി മരണപ്പെട്ടതിന് ശേഷം കാണിച്ചു. ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളും അതിനകത്ത് കയറി കാണിച്ചു. എന്താണ്? ഇരിക്കാൻ നല്ല ഡെസ്കില്ല, ബെഞ്ചില്ല, അല്ലേ? അവിടെ സുരക്ഷാ സംവിധാനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ യാതൊരു സുരക്ഷാ സംവിധാനങ്ങളും, അടച്ചുറപ്പുള്ള ഒരു മുറി പോലും ഇല്ലാത്തൊരു സംവിധാനം, അതിനെ സ്കൂളെന്ന് ചേർത്ത് വെച്ച് വായിക്കാൻ പോലും കഴിയാത്ത, സ്കൂളെന്ന് ചേർത്ത് വെച്ച് വിളിക്കാൻ പോലും കഴിയാത്ത ഒരു സ്ഥാപനത്തെ ഒരു കച്ചവട സ്ഥാപനമായി കൊണ്ടു നടക്കുന്ന ആ മാനേജ്മെന്റുകളല്ലേ, ആ മാനേജ്മെന്റിന്റെ പ്രതിനിധിയും മാനേജറും മാനേജ്മെന്റ് സംവിധാനവുമല്ലേ ആ കുട്ടിയെ കൊന്നതിലെ 1-ാം പ്രതി